എങ്ങനെ കണക്കാക്കുന്നു ഈ നഷ്ടത്തെ? ഞങ്ങൾ എറണാകുളത്തു നിന്നാണ് വരുന്നത്. VS-നെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ യുവാക്കൾക്ക് ആകെ തന്നെ ആവേശമാണ്. ഞങ്ങളെ ജീവിക്കാൻ പഠിപ്പിച്ച, നേരെ നടക്കാൻ പഠിപ്പിച്ച കരുത്തുറ്റ നേതാവാണ്. തീർച്ചയായും ഞങ്ങളെപ്പോലെയുള്ളവർക്കും അടുത്ത തലമുറയ്ക്കും ഈ കേരളത്തിൽ നിവർന്നു നിൽക്കാനായിട്ട് കരുത്ത് നൽകിയിട്ടുള്ള സഖാവാണ് VS. സഖാവിൻ്റെ ഈ ജ്വലിക്കുന്ന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. VS-ന് അഭിവാദ്യങ്ങൾ. ഇനിയും ഒരു അരമണിക്കൂർ സമയം കൂടി വേണ്ടി വന്നേക്കാം ചവറയിലേക്ക് വിലാപയാത്ര എത്താൻ. കാത്തു നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VS-നെ സ്മരിക്കുകയാണ്. ആ മുദ്രാവാക്യം വിളികളിൽ തന്നെ, അത് കേട്ടാൽ തന്നെ കേട്ട് നിൽക്കുന്നവർക്ക് പോലും ഏറ്റുവിളിക്കാൻ തോന്നുന്ന തരത്തിലുള്ള മുദ്രാവാക്യങ്ങളാണ്. പ്രത്യേകിച്ചും VS-ന്റെ സമരസംഘടനാ പ്രവർത്തനങ്ങളുടെ സ്മരണകൾ കൂടി അയവിറക്കപ്പെടുന്ന ഘട്ടമാണ് എന്നതിനാൽ തന്നെ അത്രത്തോളം വികാരം കൂടി ഉൾപ്പെടുന്നതാണ് ഓരോ മുദ്രാവാക്യത്തിൻ്റെയും വരികൾ. ചവറയിലാണ് ശ്രീ കെ അഭിലാൽ നിൽക്കുന്നത്. ചവറയിലേക്ക് എത്താൻ ഇനിയും സമയമെടുക്കുമെന്നുള്ളതാണ് അഭിലാൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത്രയും ജനത്തിരക്കാണ് ഇപ്പോഴും ഈ സമയത്തും. പുലർച്ചെ 4 മണിയാണ്, ആ സമയത്തും അവിടെ കാണാൻ കഴിയുന്നത്. അത്രയും ആൾത്തിരക്കാണ്. ഇപ്പോൾ ഏകദേശം 14 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് VS-ന്റെ വിലാപയാത്ര. അന്തരിച്ച മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര 14 മണിക്കൂർ പിന്നിടുമ്പോൾ കൊല്ലം ജില്ലയിലെ ചവറയിലേക്ക് എത്തിയിട്ടില്ല. പുലർച്ചെ 4 മണിക്കും കൊല്ലം ജില്ല കടക്കാൻ കഴിഞ്ഞിട്ടില്ല. വിലാപയാത്രയ്ക്ക് കനത്ത മഴ പല ഭാഗത്തും നേരിട്ടിരുന്നു. പ്രതികൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട്, അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് അഭൂതപൂർവമായ ആൾക്കൂട്ടമാണ് VS-ന് യാത്രയയപ്പ് നൽകിക്കൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട വിലാപയാത്ര 14 മണിക്കൂർ കഴിയുമ്പോൾ 70 കിലോമീറ്റർ ദൂരം മാത്രമാണ് പിന്നിട്ടുള്ളത്. കനത്ത മഴയെയും അവഗണിച്ച് മുദ്രാവാക്യങ്ങളുമായി നിരവധി പേരാണ് കൊല്ലത്ത് പാരിപ്പള്ളിയിലും ചിന്നക്കടയിലും ഒക്കെ തടിച്ചുകൂടി നിൽക്കുന്നത്. ഇത്രയും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ പകുതി ദൂരം പോലും വിലാപയാത്രയ്ക്ക് പിന്നിടാനായിട്ടില്ല. ഇനിയുള്ളത് VS-ന്റെ സ്വന്തം മണ്ണാണ്, ആലപ്പുഴയാണ്. വൈകുന്നേരം ഒരുപക്ഷെ 7 മണി മുതലൊക്കെ, സമയക്രമം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 7 മണി മുതലൊക്കെ ആലപ്പുഴ ജില്ലയിൽ അവരുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുന്ന ജനക്കൂട്ടമുണ്ട്. ഉച്ചയ്ക്ക് 2 മണിക്ക് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ നിന്ന് വിലാപയാത്ര പുറപ്പെട്ടത്. VS-ന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി ആലപ്പുഴയിലേക്ക് നേതാക്കളൊക്കെ എത്തിയിട്ടുണ്ട്. ആലപ്പുഴയിൽ VS-ന്റെ വീട്ടിൽ ഇപ്പോൾ തന്നെ ഒരു ജനസാഗരം എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇന്ന് വലിയ ചുടുകാട്ടിലാണ് സംസ്കാരം നടക്കുക. നോക്കൂ, ദേശീയപാതയ്ക്ക് ഇരുവശവും ആൾക്കൂട്ടം ഇങ്ങനെ നിലയുറപ്പിക്കുകയാണ്. VS നമ്മളെ വിട്ടുപോയി എന്ന വാർത്ത അറിഞ്ഞതു മുതൽ സമൂഹത്തിന്റെ നാനാ തുറകളിൽ നിന്നുള്ള തലസ്ഥാനത്തേക്ക് ആദ്യം ഒഴുകിയെത്തി. അവിടെ നിന്ന് അവർക്ക് എത്തിപ്പെടാൻ കഴിയുന്ന ദൂരത്തിലേക്ക്, അത് കൊല്ലമാണെങ്കിൽ കൊല്ലം, ഇനി ആലപ്പുഴയാണെങ്കിൽ ആലപ്പുഴ, അവിടേക്ക് അവർ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോൾ കൊല്ലം കടന്ന് ആലപ്പുഴയിലേക്ക്, ജന്മഭൂമിയിലേക്ക് VS-ന് പോകാൻ കഴിയുമെന്നറിയില്ല. ഇപ്പോഴും ഇനിയും 67 കിലോമീറ്റർ താണ്ടാനുണ്ട്, ബാക്കിയുണ്ട്. കനത്ത മഴയായിരുന്നു പല ഭാഗങ്ങളിലും. അതിനെയെല്ലാം അവഗണിച്ച് അവരുടെ സമരനായകനെ കാണാൻ ആൾക്കടൽ ഇങ്ങനെ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിലും കരളിലും ഇപ്പോൾ VS എന്നൊരൊറ്റ നാമം മാത്രമാണ് ബാക്കിയുള്ളത്. പുന്നപ്ര വയലാർ സമരത്തിൽ വെടിയേറ്റു വീണ സഖാക്കളെ കത്തിച്ച മണ്ണാണ് ആലപ്പുഴയിലെ വലിയ ചുടുകാട്. സമര സഖാക്കൾ അന്തിയുറങ്ങുന്ന മണ്ണിലേക്ക് അവരിൽ ഒരാളായ VS അച്യുതാനന്ദനും നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് VS-ഉം എത്തുകയാണ്. ഒരിക്കൽ കൂടി ലാൽ സലാം പറയാൻ. ഇന്ന് VS അച്യുതാനന്ദന് കേരളം വിട ചൊല്ലും. സഖാക്കളുടെ മുദ്രാവാക്യം വിളികൾക്കിടയിൽ തീജ്വാലയായി VS ഓർമ്മയാകും. തലസ്ഥാനത്തിന്റെ അന്ത്യാഭിവാദ്യം ഏറ്റുവാങ്ങി, കൊല്ലം ജില്ലയുടെ ഹൃദയാഭിവാദ്യം ഏറ്റുവാങ്ങി ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് VS അച്യുതാനന്ദൻ.
തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴ പുന്നപ്രയിലേക്ക് ഏകദേശം 151 കിലോമീറ്ററാണ് ദൂരം. എന്നാൽ നമ്മൾ ഈ കണ്ടതുപോലെ, നമ്മൾ ഈ കാണുന്നത് പോലെ വഴിയിലുടനീളം ജനസാഗരമാണ്. ജനസാഗരം അന്തിമോപചാരം അർപ്പിക്കാൻ കാത്തു നിൽക്കുകയാണ്. എല്ലാ സമയക്രമങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് വിലാപയാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 12 മണിക്കൂറിൽ പിന്നിട്ടത് 53 കിലോമീറ്ററാണ്. 14 മണിക്കൂറിൽ പിന്നിട്ടത് 72 കിലോമീറ്ററാണ്. ഇനിയും കിലോമീറ്ററുകൾ താണ്ടാനുണ്ട്.